രാജകുമാരി ഗ്രൂപ്പിന്റെ കനിവിനൊരു കൈത്താങ്ങ പദ്ധതിയുടെ ഭാഗമായി രണ്ടാമത്തെ സൗജന്യ ആംബുലൻസ് സേവനം ജനങ്ങളിലേക്ക് എത്തിച്ചു. ഒമാനിൽ നിന്നെത്തിയ അബ്ദുള്ള അൽ മുഷർഫി ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തി. ജീവൻ രക്ഷയ്ക്ക് ആംബുലൻസിന്റെ ആവശ്യം നമ്മുടെ നാട്ടിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു സൗജന്യ ആംബുലൻസ് സേവനം കൂടി രാജകുമാരി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കും പോലീസ് ഓഫീസർമാർക്കും അതോടൊപ്പം തന്നെ ആരോരുമില്ലാതെ തെരുവോരങ്ങൾ കഴിയുന്നവർക്കും ആഹാരം കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന സാനിറ്റൈസറുകളും മാസ്കുകളും ഗ്ലൗസുകളും രാവിലെ ഞങ്ങൾ 8 മണിക്ക് തുടങ്ങുന്നത് രാത്രി 10-12 മണിയാകും വീട്ടിൽ ചെന്ന് കയറുമ്പോൾ. അങ്ങനെ സാമൂഹ്യ പ്രവർത്തനം നടത്തി വരുമ്പോൾ ഇതാദ്യം ഞാനും എൻ്റെ ചെയർമാനും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ആദ്യം ഒരു വീട്ടിനുള്ളിൽ അടച്ചിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു അളവ് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം, പോലീസുകാർക്ക് നമ്മളെ അത്തരത്തിൽ ഈ സാമൂഹ്യ പ്രവർത്തനമാകുമ്പോൾ നമ്മളെ ഒന്നും തടയത്തില്ലെന്ന് വിചാരിച്ചൊരു തമാശയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു 50 ബ്രെഡുമായി ഇറങ്ങി ഒരു 200 ഫ്രൂട്ടിയുമായി ആദ്യം കല്ലമ്പലത്ത് വന്നപ്പോൾ പറഞ്ഞു ഈ നാവായിക്കുളത്തിന് അപ്പുറത്തോട്ട് 28 ബോർഡറിൽ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്, അവർക്കും ആഹാരം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏകദേശം 96 ദിവസം വരെ രാവിലെ 8 മണി മുതൽ രാത്രി 12 വരെ ഇവിടെയുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ ഉള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പല ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുമ്പോൾ സാറേ ഇപ്പോഴൊരാൾ മരിക്കുന്ന വെപ്രാളത്തിൽ വിളിച്ചു ആംബുലൻസ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇന്നോവയുമായി അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെന്നു കഴിഞ്ഞാൽ പിന്നെ റോഡിലിറങ്ങാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവന്റെ തുടുപ്പുകൾ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് ആംബുലൻസിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആ മനുഷ്യന്റെ ജീവന്റെ പിടപ്പ് കണ്ട് മനസ്സിലാക്കിയപ്പോ അന്ന് രാജകുമാരി എടുത്ത ഒരു തീരുമാനമാണ് ഈ കിടക്കുന്ന ആംബുലൻസ്. അങ്ങനെയാണ് ഒന്നാമതായി രാജകുമാരി 108നോളം സാമ്യമായ നിലയിൽ സർക്കാർ ഒരു സംവിധാനവും ഇല്ലാതെ തന്നെ 24 മണിക്കൂറും ഈ കല്ലമ്പലത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന അത്യാഹിത ആവശ്യങ്ങൾക്ക് ഓടിച്ചെല്ലുകയും ജീവന്റെ തുടുപ്പിൽ രക്ഷിക്കാൻ പറ്റുന്ന ഒരു മാർഗത്തിലുള്ള ആംബുലൻസ് നമ്മളിവിടെ എത്തിക്കാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അങ്ങനെ ആംബുലൻസ് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇത്രയും വലിയ ഭാരിച്ചമായ ഒരു ചെലവുണ്ടാവുമെന്ന് നമുക്കറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, MLA-മാർക്കും MP-മാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കെല്ലാം ആംബുലൻസ് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ കഴിയും. പക്ഷെ ഒരു ആംബുലൻസിന്റെ മെയിൻ്റെനൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ആംബുലൻസിന്റെ ടയർ, അതിന്റെ മറ്റ് ഇലക്ട്രിക് പരമായ അല്ലെങ്കിൽ മെക്കാനിക്കൽ പരമായ അതിന്റെ ചിലവ് ഓടണമെങ്കിൽ ഒരു വർഷത്തേക്ക് ഏകദേശം 10, 25, 50 ലക്ഷം രൂപയോളം അതിന് അത്തരത്തിലുള്ളൊരു ചിലവുണ്ട്. ഒരു ആംബുലൻസ് വാങ്ങിക്കുന്നതിനേക്കാളും വലിയ ചെലവിൽ നിൽക്കുന്ന ആ ആംബുലൻസിനെ പരിചരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന രാജകുമാരിയുടെ സാമൂഹ്യ പ്രവർത്തനം മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ട നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഫെഡറൽ ബാങ്കിന്റെ രാകേഷ് ചന്ദ്രൻ ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് അവർ ഞങ്ങളുമായി അക്കൗണ്ട് പരമായി ഞങ്ങളുടെ ബിസിനസ്സിൽ വളരെ സൗഹാർദ്ദപരമായി ഞങ്ങളുടെ ഡെവലപ്മെന്റിന് കൂടെ നിൽക്കുന്ന ആ മഹൽ മനുഷ്യൻ അദ്ദേഹം അവരുടെ ഹെഡിൽ അറിയിച്ചിട്ട് രാജകുമാരിക്ക് തികച്ചും
സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന അവരെ നമ്മളുടെ ചാരിറ്റി അല്ലെങ്കിൽ നമ്മുടെ CSR ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് കൊടുത്താൽ അവർ സാമൂഹ്യമായി പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അവരും കൂടി ചേർന്നുകൊണ്ടാണ് രണ്ടാമത്തെ ആംബുലൻസ് നമ്മൾ ഇന്നിവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ആംബുലൻസ് എന്തിനാണെന്ന് ചോദിച്ചാൽ രാജകുമാരിക്ക് സൗജന്യ ഡയാലിസിസ് സെന്റർ ഉണ്ട്. 10ഓളം പേർക്ക് ഒരു ദിവസം 30ഓളം പേർക്ക് 10 മിഷനിൽ ഡയാലിസിസ് ചെയ്യുന്ന ഡയാലിസിസ് സെന്റർ സൗജന്യമായി നമ്മുടെ പാരിപ്പള്ളി മുക്കടയിൽ പ്രവർത്തിക്കുമ്പോൾ ആ 24 മണിക്കൂറും ഒരു ആംബുലൻസ് അവിടെ ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന സാമൂഹ്യ പ്രവർത്തനത്തിന് തടസ്സം വരുന്ന നിലയിൽ ഒരു ആംബുലൻസ് പിടിച്ചിട്ടാൽ നമ്മൾ ജനങ്ങളോട് പ്രതിബദ്ധതയാണ്. കൊറോണ കാലത്ത് ജീവന്റെ തുടുപ്പ് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ബ്ലോക്ക് വരരുതെന്ന് മനസ്സിലാക്കി ആ തീരുമാനം എടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ട ഫെഡറൽ ബാങ്കിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും നമ്മളും ചേർന്ന് രണ്ടാമത്തെ ആംബുലൻസ് നിരത്തിൽ ഇറക്കുകയാണ്. സാമൂഹ്യമായി നമ്മൾ മറ്റൊരാളുടെ കണ്ണീരൊപ്പിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മൾ കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ള ഉത്തമമായ ബോധം കൊണ്ടാണ് രാജകുമാരി ഗ്രൂപ്പ് ഇങ്ങനെയുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വളരെ താല്പര്യത്തോടെയാണ് രാജകുമാരി കൂട്ടായ്മ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത്. ഈ ചാരിറ്റി പ്രവർത്തനം കൊണ്ട് ഒട്ടനവധി പേർക്ക് തണലേകാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനാർഹമാണ്. തുടങ്ങിവെച്ച ആ സുഹൃത്തിന്റെ ഒരു സംരംഭം കൂടി ഇവിടെ ഇന്ന് പുനരാവിഷ്കരിക്കുകയാണ് രാജകുമാരി ഗ്രൂപ്പ്. രാജകുമാരി ഗ്രൂപ്പ് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കൊറോണയുടെ സമയത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ആംബുലൻസ് സർവീസിന്റെ ആവശ്യകതയെ മനസ്സിലാക്കിക്കൊണ്ട് അന്ന് ഞങ്ങളുടെ കമ്പനി ഇതുപോലെ ഒരു വലിയ ആംബുലൻസ് 108 പോലൊരു ആംബുലൻസ് നടത്തുകയും അതിനോടനുബന്ധിച്ച് നാഷണൽ ഹൈവേയിൽ ഏതാണ്ട് കൊട്ടിയം മുതൽ കഴക്കൂട്ടം വരെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വളരെ മികച്ച ഒരു സ്ഥാപനം ഈ ജില്ലയിലും വന്നതെന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ കല്ലമ്പലക്കാരനെന്ന അവരുടെ ആസ്ഥാനത്ത് ഇവിടെയാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് വലിയ അഭിമാനമായി കാണുന്നു. അതോടൊപ്പം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇത് രണ്ടാമത്തെ ആംബുലൻസ് സേവനമാണ്. അതുപോലെ ഒരേ വിശേഷങ്ങൾ വരുമ്പോഴാണെങ്കിൽ രാജകുമാരി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്ന് പറയുന്നത് ഏത് ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഏത് പരിപാടി ഏത് ആഘോഷമാകട്ടെ محل راجكوماري جروب. لكن ما يحدثنا اليوم في حفل تدشين سيارة إسعاف مخصصة للفقراء يسعدني جدا أن أشارك في هذا الحدث. راجكوماري عزيزة على قلبي. ഞാൻ രാജകുമാരിയുടെ പത്തനംതിട്ടയിലെ ഷോറൂം ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത്. എനിക്ക് ധാരാളം മലയാളി സുഹൃത്തുക്കളുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ആംബുലൻസിൻ്റെ ഉദ്ഘാടനത്തിന് കൂടി പങ്കെടുക്കുവാനുള്ള ഒരു വലിയ അവസരം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി നിർവഹിച്ചു. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, ഒരു വ്യവസായ സംരംഭം ഇത്തരത്തിൽ വളരുമ്പോഴും സാമൂഹിക പ്രതിബദ്ധത മറന്നുപോകുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അതിനെല്ലാം ഒരു കൈത്താങ്ങായി രാജകുമാരി ഗ്രൂപ്പ് മാറുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് അവരുടെ പ്രോഗ്രാമിന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഡയാലിസിസ് പേഷ്യന്റുകൾക്ക് ആശ്വാസകരമായ ഒരു ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ആംബുലൻസ് ആണ്. അതുകൂടാതെ വിശക്കുന്ന ആർക്കും നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കല്ലമ്പലം ജംഗ്ഷനിൽ നിൽക്കാൻ രാജകുമാരി ഉണ്ട് പൊതിച്ചോറുമായിട്ട്. ഇത്തരത്തിൽ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും ഒട്ടനവധി മനുഷ്യർക്ക് ധനസഹായം ആവശ്യപ്പെടുന്ന ചികിത്സാ ചിലവിന് വേണ്ടിയിട്ടും ഒക്കെ ധനം ആവശ്യപ്പെടുന്നവരെല്ലാം സാമ്പത്തികമായും അല്ലാതെയും സഹായിച്ചുകൊണ്ടും രാജകുമാരി ഗ്രൂപ്പ് നിൽക്കുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ ഗ്രൂപ്പ് വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിലില്ലാത്തവരുടെ എണ്ണം കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ജോലി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പ്, ഒരു സംരംഭം കൂടിയാണ് രാജകുമാരി. അതുകൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ ഉയരങ്ങളിലേക്ക് വലിയ വ്യവസായ ശൃംഖലയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓണത്തിന് നടത്തിയ സമ്മാന പദ്ധതികളുടെ സമ്മാനദാനവും നടന്നു. നാവായിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ജിഹാദ്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ നബീൽ കല്ലമ്പലം, നാവായിക്കുളം പഞ്ചായത്ത് മെമ്പർ സിയാദ് കല്ലമ്പലം, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലമ്പലം യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി, കല്ലമ്പലം SHO ദീപു ഡി, ഫെഡറൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിംഗ് ഡിപ്പാർട്ട്മെന്റ് സീനിയർ മാനേജർ ശംഭു തുടങ്ങി രാജകുമാരി ഗ്രൂപ്പ് അംഗങ്ങളും ജീവനക്കാരും ചടങ്ങിൽ പങ്കുചേർന്നു. വിസ്മയ ന്യൂസ്, കല്ലമ്പലം.